പുഷ്പദത്തൻ എഴുന്നേറ്റപ്പോൾ കുമാരിയും കാളിദാസനും ഇരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് കാളിദാസൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. കുമാരിയുടെ ജ്ഞാനവൈശിഷ്ട്യത്തെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. പുഷ്പദത്തൻ പറയാൻ ആരംഭിച്ചു. കുമാരി ലൗകികമായ സുഖഭോഗങ്ങളെക്കുറിച്ചോ സുഖസന്തോഷങ്ങളുണ്ടാകുന്ന മറ്റെന്തിനെക്കുറിച്ചുമോ അല്ല വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത്. കുമാരി ഈ പ്രപഞ്ചത്തിൻ്റെ ആധ്യാത്മിക സത്തയെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. കുമാരി പറയുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത ഒന്നാണ്. ഏകമായ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ തന്നെ ഒന്നാകെ നിയന്ത്രിക്കുന്നതും ഉയർച്ചയിലേക്കു നയിക്കുന്നതും. എന്നാൽ ആ ഔന്നത്യം കൈവരിക്കുന്നത് ഒട്ടും അനായാസമായ കാര്യമല്ല. ഇടയ്ക്കെങ്ങും വിശ്രമിക്കാനിടയില്ലാത്ത കൊടുമുടി കയറുന്നത് പോലെ ദുഷ്കരമാണ് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കി അതിൻ്റെ ഏകത്വത്തെ അറിയുന്നത്. സദസ്സിൽ വീണ്ടും ഉച്ചത്തിൽ കരഘോഷം മുഴങ്ങി. കുമാരി വിദ്യോത്തമ യശസ്വിനിയാകാൻ എല്ലാവരും ആശംസിച്ചു. പുഷ്പദത്തൻ വീണ്ടും പറയുവാൻ ആരംഭിച്ചു. കുശാവതിയിൽ നിന്നും വന്ന ഈ കുമാരനെയും എത്ര തന്നെ അഭിനന്ദിച്ചാലാണ് മതിയാകുക എന്നെനിക്ക് പറയാൻ വാക്കുകളില്ല. കുമാരി എത്രത്തോളം മഹത്തായ ചിരന്തന സത്യമാണോ നമ്മുടെ മുന്നിൽ വെച്ചത്, അതേപോലെയോ അതിനേക്കാളോ മഹത്തായ കാര്യമാണ് കുമാരൻ കാളിദാസൻ വ്യക്തമാക്കിയത്. കുമാരി പറയുന്നതിനെ കുമാരൻ നിഷേധിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, പ്രപഞ്ച ചൈതന്യം ഒന്നാണെങ്കിലും രണ്ടാണെന്ന്. ശിവനും ശക്തിയും ചേരുമ്പോഴേ പ്രപഞ്ച ചൈതന്യം പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ. ശിവനില്ലാതെ ശക്തിക്കോ ശക്തിയില്ലാതെ ശിവനോ നിലനിൽപ്പില്ല. പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം അങ്ങനെ ശിവശക്തി സമന്വയത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ശിവനും ശക്തിയും രണ്ടാണ് എന്ന് പറയാമോ? അത് സാധ്യമല്ല. ഇങ്ങനെ കുമാരി പറഞ്ഞ കാര്യത്തിന് അനുപൂരകമായി സത്യത്തെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ രാജ്യം ഇത്രത്തോളം മഹത്തായ ഒരു ബുദ്ധിവൈഭവം ഇന്നോളം കണ്ടിട്ടില്ല. കാളിദാസന് ഈ പുഷ്പദത്തൻ്റെ പ്രണാമങ്ങൾ. സദസ്സൊന്നാകെ ഉച്ചത്തിൽ കൈയടിച്ചു. കാളിദാസന് അത്ഭുതം അടക്കാനായില്ല. ഗുരു പറയാറുള്ളത് ഓർത്തു. ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രവൃത്തിയും അർത്ഥമില്ലാത്തതാകുന്നില്ല. ഒരു ചേഷ്ടയും നിരർത്ഥകമല്ല. ഒരു ഭാവത്തിലും എന്തെങ്കിലും വ്യഞ്ജിപ്പിക്കാതിരിക്കുന്നില്ല. യുക്തിക്കും ബുദ്ധിക്കും കാലദേശ സന്ദർഭങ്ങൾക്കും അനുസൃതമായി ഓരോന്നും അർത്ഥം കണ്ടെത്തുന്നു. പുഷ്പദത്തൻ വീണ്ടും പ്രഖ്യാപിച്ചു. കുമാരി ഒരു കാര്യം കൂടി പറയുന്നതാണ്. അതിനുകൂടി വ്യക്തമായ മറുപടി നൽകുന്നതായാൽ കുമാരന് ജ്ഞാനസർവഭൗമൻ എന്ന പദവി ലഭിക്കുന്നതാണെന്ന് മഹാരാജാവ് തിരുമനസ് പ്രഖ്യാപിക്കുന്നു. രാജാവ് പുഷ്പദത്തൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തലകുലുക്കി. കുമാരി എഴുന്നേറ്റു. ഇത്തവണ കുമാരി 5 വിരലുകളും ഉയർത്തിക്കാട്ടി. വളരെ വിചിത്രം തന്നെ. കുമാരിയുടെ കൈരേഖ പരിശോധിക്കാനാണോ പറയുന്നതെന്ന് സംശയിക്കണം. കാളിദാസൻ ഉടൻ എഴുന്നേറ്റു. 5 വിരലുകളും ചേർന്നതാണ് കൈയുടെ ശക്തിയെന്നാകാം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ പുഷ്പദത്തൻ പറഞ്ഞതുപോലെ ഇതിന് മഹത്തായ അർത്ഥങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനായേക്കും. ഏതായാലും അദ്ദേഹം വേണ്ട പോലെ അർത്ഥം കണ്ടെത്തിക്കൊള്ളട്ടെ. കാളിദാസൻ അന്തരീക്ഷത്തിൽ ഒരു വൃത്തം വരച്ചു. ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പദത്തൻ വീണ്ടും എഴുന്നേറ്റു. കുമാരി പറഞ്ഞത് ഒന്നായ ശക്തിയാണ് പഞ്ചഭൂതാത്മകമായി ശരീരത്തിൽ കുടികൊള്ളുന്നത് എന്ന മഹത്തായ സത്യമാണ്. സദസ്യർ വീണ്ടും കൈയടിച്ചു. കുമാരിയുടെ മേധാശക്തിയെ ആളുകൾ വീണ്ടും വീണ്ടും പ്രശംസിച്ചു. ബഹളം ശമിച്ചപ്പോൾ പുഷ്പദത്തൻ പറഞ്ഞു, കുമാരൻ പറഞ്ഞതോ അതിനേക്കാൾ മഹത്തായ ഒരു കാര്യം. കുമാരൻ പറയുന്നു, ഈ അണ്ഡകടാഹങ്ങളിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നാണ്. നാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്നും വന്നിട്ടുള്ള എത്രയെല്ലാമോ വിദ്വാൻമാരെ കണ്ടിട്ടുണ്ട്. അവരെയൊന്നും കുമാരിയുടെ ഓരോരോ ചോദ്യത്തിനും പലപ്പോഴും ദിവസങ്ങളോളം ആലോചിച്ചാണ് ഓരോ മറുപടികൾ തന്നിട്ടുള്ളത്. അവയൊക്കെയോ വിഡ്ഢിത്തങ്ങളും. എന്നാൽ കുമാരനോ കുമാരിയുടെ മൂകഭാഷയിലുള്ള ചോദ്യങ്ങൾക്ക് പോലും ഒരു നിമിഷം വൈകാതെയല്ലേ ഉത്തരം പറയുന്നത്. ആര്യാവർത്തത്തിൽ എത്രയോ മഹാമനീഷികളാണുള്ളത്. ഇങ്ങനെയൊരു മഹാനെ ദർശിക്കാനായത് പൂർവജന്മ പുണ്യമെന്നേ പറയാനുള്ളൂ. തന്നെ ഇങ്ങനെ അഭിനന്ദിക്കുന്നത് കേട്ട് കാളിദാസൻ ചൂളിപ്പോയി.
ലോകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുന്നതിലല്ല, എങ്ങനെ കാണുന്നു എന്നതിലാണ് പ്രധാനം.